ഓക്കെ, അപ്പം ഗുഡ് ഈവനിങ്. നമ്മൾ റീഇൻഫോഴ്സ് സെക്ഷന്റെ ഒരു ചെറിയ റിവിഷൻ സെക്ഷൻ ആണ് ഇന്നുകൂടെ എടുക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. ഓക്കെ, എന്താണ് ഈ റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്? ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഓക്കെ, RCC ഉണ്ട്, PCC ഉണ്ട്. PCC എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ് അല്ലെ? പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റിൽ നിന്ന് RCC വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തേക്ക് റീഇൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പം റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് ആണ് എന്ത്? RCC. ബേസിക് ആയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ അറിയേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് ആണ്. എന്താണ്? അതിൽ നിന്നാണ് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. കോൺക്രീറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്? കോൺക്രീറ്റ് ഈസ് weak in tension but strong in compression. ഞാൻ ആദ്യം തന്നെ അതിന്റെ ഒരു ഡിഫക്റ്റ് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞത് അല്ലേ? ഓക്കെ, അങ്ങനെ ഓർക്കണ്ട, ജസ്റ്റ് ഓർത്താൽ മതി. സ്ട്രോങ്, അതായത് ഈ ഒരു കോൺക്രീറ്റിന് ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് വരാൻ നേരത്ത് ആ ഒരു വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി കുറവായിരിക്കും കമ്പയർഡ് ടു ഇറ്റ്സ് കംപ്രഷൻ ലോഡ്. കംപ്രസീവ് ആയിട്ടുള്ള സ്ട്രെസ്സസ് ഒക്കെ അതിന് എന്താണ്? നല്ല ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ അത്രയും ഒരു ടെൻസൈൽ ഫോഴ്സ് വരുമ്പോഴത്തേക്കും അത് ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു കമ്പാരിസൺ കൊടുക്കുവാണെങ്കിൽ, അതായത് ആ ഒരു ടെൻസൈൽ സ്ട്രെങ്ത്തും കംപ്രഷൻ സ്ട്രെങ്ത്തും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ എത്ര ശതമാനമായിരിക്കും കുറവ്? ഓക്കെ, അതായത് നമ്മളിപ്പം ടെൻസൈൽ strength will be equal to ഒരു given fraction into compression strength. എത്രയായിരിക്കും? ഓർമ്മയുണ്ടോ? 10 to 15 അല്ലെ? അതായത് 1/10 ആയിരിക്കും. അതിന്റെ കംപ്രഷൻ സ്ട്രെങ്ത്തിന്റെ ഏതാണ്ട് 1/10 ആയിരിക്കും എന്താ അതിന്റെ എന്താ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. 1/10 to 15 ആണ് ആ റേഞ്ച് പറയുന്നത്. അപ്പം 1/10 ഒന്ന് ഓർക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് ഓർക്കുക, നമുക്കിപ്പം ഒരു ബീം ഉണ്ട്. ഓക്കെ, ഒരു ബീം, ഈ ഒരു ബീമിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു പി ലോഡ് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന് ഒരു ബെൻഡിങ് വരുന്നുണ്ട് അല്ലെ? ഈ രീതിയിലായിരിക്കും അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് എന്ന് വിചാരിക്കാം. അത്രയും ഇത് ഞാൻ ഇച്ചിരി എന്താണ് സ്കെയിൽ കൂട്ടിയാണ് വരച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പം ഇതിന്റെ മേലത്തെ പോർഷൻ ആയിരിക്കും നമുക്കറിയാം എന്ത്? കംപ്രഷൻ സോണും താഴത്തെ പോർഷൻ ആയിരിക്കും എന്ത്? ടെൻസൈൽ സോൺ. ഈ ഒരു ഭാഗത്താണ് എന്ത് വരിക? ടെൻഷൻ വരിക, മേലത്തെ ഭാഗത്ത് കംപ്രഷൻ. ഓക്കെ, അപ്പൊ മേലുള്ള ഈ ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു കംപ്രഷൻ സ്ട്രെസ് എന്ത്? കോൺക്രീറ്റ് തന്നെ എടുക്കുന്നുണ്ട് അല്ലെ? അപ്പം താഴെ നമ്മൾ ഈ ഒരു ടെൻസൈൽ സ്ട്രെസ് എടുക്കാൻ പാകത്തിന് കോൺക്രീറ്റ് തന്നെ കൊടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഇവിടെ അത്രയും ഒരു 10 times സ്ട്രോങ്ങർ അല്ലെങ്കിൽ ലാർജർ സെക്ഷൻ എവിടെ കൊടുക്കണം? ആ ടെൻഷൻ സോണിൽ നമ്മൾ ഒന്നെങ്കിൽ അതിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് മേലത്തെ ആ ഒരു സോണിനേക്കാളും 10 times ഹയർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത്രയും കൂടെ ഹെവിയർ ആയിട്ടുള്ള ഒരു സെക്ഷൻ കൊടുത്താൽ മാത്രമേ ആ ഒരു ടെൻസൈൽ ഫോഴ്സ് അവിടെ റെസിസ്റ്റഡ് ആവുന്നുള്ളൂ. മനസ്സിലായോ? ജസ്റ്റ് നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് തന്നെ ആ ഒരു ടെൻസൈൽ ഫോഴ്സ് നമുക്ക് എടുക്കണമെങ്കിൽ ഓക്കെ, ആ ഒരു സ്ട്രക്ചറിന്റെ സൈസും അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്തും ഏതാണ്? 10 times കൂടുതൽ വേണ്ടി വരില്ലേ? അപ്പൊ നമുക്ക് രണ്ട് രീതിയിലുള്ള നഷ്ടം വരാം. ഇപ്പൊ നമ്മൾ ലാർജർ സൈസ് ഉള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഒരു സ്പേസ് റെസ്ട്രിക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് എക്കണോമിക്കലായിട്ട് നമുക്ക് നഷ്ടങ്ങൾ വരാം. അപ്പം ഈ രീതിയിൽ ഒരു നഷ്ടം വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ അതിനകത്തേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ടെൻസൈൽ മെമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്തിനാണ് ആ ടെൻസൈൽ മെമ്പർ ആഡ് ചെയ്യുന്നത്? അതിന്റെ ഫസ്റ്റ് പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? അവിടെ വരുന്ന ആ ഒരു ടെൻസൈൽ സ്ട്രെസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ? സോ വി ആഡ് ടെൻസൈൽ മെമ്പർ. ആ ഒരു ടെൻഷൻ വരുന്ന ആ ഒരു സോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടെൻസൈൽ മെമ്പർ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇനിയാണ് നിങ്ങളോട് ഒരു ചോദ്യം, നമുക്ക് എന്ത് തരത്തിലുള്ള ഒരു ടെൻസൈൽ മെമ്പർ നമുക്ക് അവിടെ ആഡ് ചെയ്യാം അല്ലെ? ടെൻസൈൽ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെൻസൈൽ സ്ട്രെസ് എടുക്കാൻ പാകത്തിനുള്ള
പല മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ അവിടെ ആഡ് ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ ആ ഒരു പോർഷനിലേക്ക് ആഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ടാണ്? ഓക്കെ, നീതു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേക്കുന്നത് ശരിയാണ് കേട്ടോ. ടു ടേക്ക് ടെൻഷൻ ആഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പല മെറ്റീരിയൽസ് നമ്മൾ ഈ ഒരു ടെൻഷൻ എടുക്കാൻ പാകത്തിന് നമ്മൾ കൊടുക്കും അല്ലെ. എന്തുകൊണ്ട് സ്റ്റീൽ കൊടുക്കുന്നു? നീതു പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആൻസർ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ സെയിം ആണ്. കറക്റ്റ് ആട്ടോ. അതായത് നമുക്ക് ഈ ഒരു കോൺക്രീറ്റും സ്റ്റീലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ടിന്റെയും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോൺക്രീറ്റ്. അപ്പം ഇതിനകത്ത് ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആവണം. എന്ത് ക്രൈറ്റീരിയ ആയിരിക്കും? അതായത് രണ്ടിനും ഒരേ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ രണ്ടും ഒരേ രീതിയിൽ എന്തായിരിക്കും? എക്സ്പാൻഡും ചെയ്യും, കോൺട്രാക്റ്റും ചെയ്യും. അതായത് കോൺക്രീറ്റിനും സ്റ്റീലിനും ഏതാണ്ട് ഒരേ കോഎഫിഷ്യന്റ് തെർമൽ എക്സ്പാൻഷൻ വരുവാണെങ്കിൽ അപ്പോൾ ആ ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം രണ്ടിലും വരുന്ന എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരും. അപ്പൊ എന്താണ് ആ ഒരു ബോണ്ടിങ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് വരില്ല. മറ്റേത് എന്താണ് അവിടെ ആ ഒരു എക്സ്ട്രാ ആയിട്ട് രണ്ട് ഡിഫറെന്റ് എക്സ്പാൻഷൻ വരുമ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് എന്താവും അറൈസ് ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്താവും ഇങ്ങനെ സ്റ്റീൽ ആഡ് ചെയ്യുന്ന വഴി നമുക്കത് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെയാണോ? മനസ്സിലായോ? അപ്പം ഈ രീതിയിൽ നമ്മളത് കുറയ്ക്കുവാണെങ്കിൽ അവിടെ എന്താണ് രണ്ടിലും വരുന്ന സ്ട്രെയിൻ ആണ് നമ്മൾ എന്താക്കുന്നത്? ബാലൻസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളവിടെ സ്ട്രെയിൻ കോമ്പാക്ടിബിലിറ്റി ക്രൈറ്റീരിയ ഇങ്ങനെ ഒരേ തെർമൽ എക്സ്പാൻഷൻ ഉള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് പറ്റും? സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ടേം ഒന്ന് ഓർത്തിരിക്കുക. സ്ട്രെയിൻ കോമ്പാക്ടിബിലിറ്റി, അതായത് കോഎഫിഷ്യന്റ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ വിൽ ബി ഈക്വൽ ടു കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോൺക്രീറ്റ്. അതുകൊണ്ട് തന്നെ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ, സ്റ്റീലിനെ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം, വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ എന്തില്? കോൺക്രീറ്റിൽ. അപ്പം ഇതൊരു കോമ്പോസിറ്റ് മെമ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് പല മെറ്റീരിയൽസിൽ നിന്ന് നമ്മൾ സ്റ്റീൽ എന്തായിട്ട് കൊടുക്കുന്നത്? ഈ ഒരു ടെൻസൈൽ ഫോഴ്സ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെൻസൈൽ മെമ്പർ ആയിട്ട് നമ്മൾ കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഇതിനു മുമ്പത്തെ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കൃത്യം ആ വീഡിയോ വെച്ചിട്ട് ടെൻസൈൽ ഫെയിലിയറും കംപ്രഷൻ ഫെയിലിയറും കാണിച്ചിട്ടുണ്ട് അല്ലെ? ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്കറിയാം ടെൻസൈൽ അല്ലെങ്കിൽ ആ ഒരു കംപ്രഷൻ ഫെയിലിയർ വരാൻ നേരത്ത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയർ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയിരുന്നു. പക്ഷെ ടെൻസൈൽ കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ 10-1 ലോഡിൽ എന്താവുന്നു? ആ ഒരു ക്രാക്കിംഗ് സംഭവിക്കുന്നു അല്ലെ? അതിന്റെ കൂടെ തന്നെ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷന്റെയും ഓവർ റീഇൻഫോഴ്സ് സെക്ഷന്റെയും ഫെയിലിയർ നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചു തരുമായിരുന്നു. ഓർമ്മയുണ്ടോ? അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ഏത് രീതിയിലായിരിക്കും ക്രാക്ക് ചെയ്യുക, ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ഏത് രീതിയിലാണ് ക്രാക്ക് ചെയ്യുക എന്നും ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു സെക്ഷനകത്ത്. അപ്പം അതിനകത്ത് ഏതാണ് നമുക്ക് ആപ്റ്റ് ആയതെന്നും അതിന് കാരണം എന്താണ് എന്നും ആ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ, എന്താണ് ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഓർക്കാലോ അല്ലെ? റെഡിയാണോ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഓക്കെ പറഞ്ഞേ. ഓക്കെ, അപ്പം നിങ്ങൾ ഓർത്തോടുക, നമ്മൾ ആ സെക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? മറന്നു പോകുന്ന ടോപ്പിക്, അതായത് ഒരു സബ്ജക്റ്റിന് ശേഷം നമ്മൾ അടുത്ത സബ്ജക്ട് കൊടുക്കുമ്പോൾ പഴയത് വിട്ടുപോകരുത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത ക്ലാസ്സസ് ഒക്കെ കാണുകയാണെങ്കിൽ അതൊന്നുകൂടെ വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതൊന്നുകൂടെ റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പം ആ രീതിയിൽ ഒരു റിവിഷനും വളരെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ ടെൻഷൻ ഒന്നും ആവണ്ട, നിങ്ങൾക്ക് ആ ക്ലാസ്സസ് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് റിവൈസ് ആവുക. ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പോയിന്റ് പുതിയത് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം ആ കോൺസ്റ്റന്റ് റിവിഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഏതായിരിക്കും? കോൺക്രീറ്റിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി, സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആയിട്ട് ഓർക്കേണ്ട ഏതാണ്? വാട്ടർ സിമെന്റ് റേഷ്യോ. അപ്പം വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടറിന്റെയും സിമെന്റിന്റെയും ഒരു റേഷ്യോ ആണ്. എന്ത് റേഷ്യോ ആയിരിക്കും അത്? ആ ടേം എന്താണ്? വോളിയം ആണോ വെയിറ്റ് ആണോ? പറഞ്ഞേ.
വോളിയം ആണോ വെയിറ്റ് ആണോ? വെയിറ്റ് എല്ലാവർക്കും അറിയാലോ അല്ലെ. വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ദി വെയിറ്റ് ഓഫ് സിമെന്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സാമ്പിളിലെ വെയിറ്റ് ഓഫ് വാട്ടർ ടു ദി വെയിറ്റ് ഓഫ് സിമെന്റ് ആണ് വാട്ടർ സിമെന്റ് റേഷ്യോ. ഓക്കെ, പെട്ടെന്ന് വാട്ടർ സിമെന്റ് റേഷ്യോ എന്താണ് എന്ന് പറയുമ്പോഴത്തേക്കും വോളിയം വെയിറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാം. നമുക്ക് ഓർത്തുള്ള വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സിമെന്റ് ആണ്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ വാട്ടർ സിമെന്റ് റേഷ്യോ ആണ്. ഇനിയിപ്പോൾ നമുക്ക് കംപ്രഷൻ ടെസ്റ്റ് ആണല്ലോ നമ്മൾ നോർമലി നമ്മൾ ഒരു ക്യൂബിന്റെ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? നിങ്ങൾ ഇതിന്റെ സമയത്ത് ഇരുന്ന് എഴുതാണ്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്തേ. പരമാവധി ആ കാര്യങ്ങളൊക്കെ നമുക്ക് രജിസ്റ്റർ ആവുന്ന തെറ്റിയാലും കുഴപ്പമില്ല. ക്ലാസ് ടൈമിൽ തെറ്റിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല അല്ലെ. അപ്പൊ നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് ആണല്ലോ നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം കംപ്രഷൻ ടെസ്റ്റ് നടത്താനായിട്ട് നമ്മൾ ഇന്ത്യൻ പ്രാക്ടീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്ത് മെറ്റീരിയലാണ്? അതാ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ തന്നെ കംപ്രഷൻ ടെസ്റ്റ് ആണ് നടത്തുന്നത്. യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിലാണ് നടത്തുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്പെസിമെൻ എന്താണ്? ക്യൂബ് അല്ലെ. ക്യൂബ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ക്യൂബിന്റെ സൈസും കൂടെ ഒന്ന് പറഞ്ഞു നോക്കുന്നോ? ക്യൂബിന്റെ സൈസും കൂടെ ഒന്ന് പറഞ്ഞു നോക്കുന്നോ? ഓക്കെ, അതായത് 150 mm ഇൻറ്റു 150 mm ഇൻറ്റു 150 mm. ഓക്കെ, 150 ഇൻറ്റു 150 ഇൻറ്റു 150 mm. ഓക്കെ, അപ്പം ഇത് നമ്മൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന PCC ആണെങ്കിലാണ്. ഇനിയിപ്പോൾ നമ്മൾ സെൽഫ് കോമ്പാക്ടിങ് കോൺക്രീറ്റ്, ഇത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സെൽഫ് കോമ്പാക്ടിങ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ക്യൂബിന്റെ സൈസ് എന്തായിരിക്കും? 7 സെന്റിമീറ്റർ ഏതിനാ രമ്യ? 7 സെന്റിമീറ്റർ എന്തിൻ്റെയാ? സെൽഫ് കോമ്പാക്ടിങ്ങിന്റെ ആണോ? മോർട്ടാറിന്റെ ആണ് അല്ലെ. മോർട്ടാർ സിമെന്റ് റെഡി. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് സെൽഫ് കോമ്പാക്ടിങ് കോൺക്രീറ്റിന്റെ ക്യൂബിന്റെ സൈസ് എന്താണ്? ഓക്കെ, 10 ആണ്, ശരിയാണ്. ഓക്കെ, 100 mm ഇൻറ്റു 100 mm ഇൻറ്റു 100 mm. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് അഡീഷണൽ ആയിട്ട് നമുക്ക് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഞാനിവിടെ ഇന്ത്യൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞു അല്ലെ. ഇനിയിപ്പോ നമ്മളോട് ചോദിക്കത്തൊന്നുമില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. അമേരിക്കൻ പ്രാക്ടീസ് പ്രകാരം നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിമെൻ എന്തായിരിക്കും? ഞങ്ങളോടാണ് ചോദിക്കുന്നത് എന്നാണോ പറയുന്നത്? ഓക്കെ, അവിടെ നമുക്ക് ക്യൂബ് അല്ല, സിലിണ്ടർ ആണ് കേട്ടോ. ഓക്കെ, സിലിണ്ടർ ആണ് അവിടെ അമേരിക്കൻ പ്രാക്ടീസ് അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു കംപ്രഷൻ ടെസ്റ്റ് കണ്ടുപിടിക്കാനുള്ള സ്പെസിമെൻ. അപ്പം അതിന്റെ സൈസും കൂടെ വേണം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇത് 30 സെന്റിമീറ്ററും ഇവിടുത്തെ ഡയ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ 150 mm ഡയയും 300 mm ഹൈറ്റുമുള്ള സിലിണ്ടർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമേരിക്കൻ പ്രാക്ടീസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കംപ്രഷൻ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 3 സ്പെസിമെൻ പറഞ്ഞു കണ്ടില്ലേ? ഒരു ക്യൂബ് 150 ഇൻറ്റു 150 ഇൻറ്റു 150, ഒരു ക്യൂബ് 100 ഇൻറ്റു 100 ഇൻറ്റു 100, ഒരു സിലിണ്ടർ 15 സെന്റിമീറ്റർ ഡയയും 30 സെന്റിമീറ്റർ ഹൈറ്റും. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കാണിക്കുക ഏതായിരിക്കും? ആദ്യം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ക്യൂബ് ഓഫ് 100 ആണോ ക്യൂബ് ഓഫ് 150 ആയിരിക്കും കൂടുതൽ സ്ട്രെങ്ത് കാണിക്കുക? അതിനകത്ത് സെൽഫ് കോമ്പാക്ടിങ് കോൺക്രീറ്റ് ആണ് അല്ല എങ്കിലും അതിനകത്ത് കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടി അല്ലാണ്ട് തന്നെ ചെറിയ ക്യൂബ് ആയിരിക്കോ വലിയ ക്യൂബ് ആയിരിക്കോ കൂടുതൽ സ്ട്രെങ്ത് കാണിക്കുക? കൂടുതൽ സ്ട്രെങ്ത് കാണിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഏതാണ്? 150 ആണെന്നാണോ? ഓക്കെ, 10 അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർക്കുക, 100 mm സൈസ് ഉള്ള ആ ക്യൂബ് ആയിരിക്കും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുക. ഇനി അതിനകത്തൊരു കൺഫ്യൂഷൻ വരികയാണെന്ന് ഓർത്ത് നോക്കിക്കേ. ക്യൂബ് ഓഫ് 150 ആണോ സിലിണ്ടർ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന എത്രയാ 15 സെന്റിമീറ്റർ ഡയയും അപ്പോഴത്തേക്ക് ആൻസർ വന്നു തുടങ്ങി അല്ലെ. എത്രയാണ്? 30 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള സിലിണ്ടർ ആയിരിക്കുമോ ക്യൂബ് ആയിരിക്കുമോ കൂടുതൽ സ്ട്രെങ്ത് കാണിക്കുക?
ക്യൂബ് ആയിരിക്കും. സമ്മതിച്ചല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർക്കാം, സൈസ് കൂടുവാണെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ക്യാരക്ടർ എന്താണ് കുറയുന്നതായിട്ട് ഒരു നിങ്ങൾക്ക് അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്താലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ജസ്റ്റ് ഓർത്താൽ മതി, സൈസ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്താണ് കുറയുന്നുണ്ട് അല്ലെ. അപ്പം ജസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു ടേം സ്ട്രെങ്ത് ഓഫ് ക്യൂബ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് സിലിണ്ടർ divided by strength of cube. എത്രയായിരിക്കും ഓൾമോസ്റ്റ് ആ ഒരു റേഷ്യോ? സ്ട്രെങ്ത് ഓഫ് സിലിണ്ടർ, സ്ട്രെങ്ത് ഓഫ് ക്യൂബ്, ഈ ഒരു റേഷ്യോ ഓൾമോസ്റ്റ് അറിയോ? ഓക്കെ, അതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0.75 മുതൽ 0.85 വരെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് 0.8 ആണ്. അല്ലെങ്കിൽ ഓർത്തോളൂ, ക്യൂബിന്റെ ഓൾമോസ്റ്റ് 80% ആയിരിക്കും എന്ത് സ്ട്രെങ്ത് ഓഫ് സിലിണ്ടർ. ഓക്കെ, ഇത് 1-നേക്കാളും താഴെയല്ലേ, അപ്പൊ ഓർത്തൂടെ അതിനേക്കാളും കുറവായിരിക്കും. അപ്പം ക്യൂബിന്റെ സ്ട്രെങ്ത്തിന്റെ ഏതാണ്ട് 80% മാത്രമേ എന്തിനുണ്ടാവുള്ളൂ, ഒരു സിലിണ്ടറിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും എഴുതാൻ പോയി കാണും അല്ലെ? എല്ലാരും പേന ആലോചിച്ചിട്ട് കാര്യം പറഞ്ഞേ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളിങ്ങനെ സൈസ് കൂടുമ്പം സ്ട്രെങ്ത് കുറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലെ? അവിടെ നമ്മൾ ആ പറയുന്ന ആ ഒരു ഫാക്ടർ എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? സൈസ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു സ്ട്രെങ്ത്തിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത് സ്ലെൻഡർനെസ് ആണ്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഏരിയ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് റെഡിയാണ്, ഏരിയ അല്ല വോളിയം ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ സ്ലെൻഡർനെസിന്റെ കാര്യം ഒന്ന് കേൾക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സിലിണ്ടർ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സിലിണ്ടർ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ രണ്ട് ഭാഗത്തുനിന്നും എന്താണ് നമ്മൾ ലോഡ് കൊടുക്കുകയാണ്. ഈ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു നിശ്ചിത അളവ് വരെ ഒരു എൻഡ് ഫ്രിക്ഷൻ വരുന്നുണ്ട്. അതായത് ഈ ഒരു സർഫേസിൽ നിന്ന് അവിടേക്ക് ഒരു ഫ്രിക്ഷൻ. അപ്പം ആ ഒരു ഭാഗത്ത് എന്ത് സംഭവിക്കുന്നില്ല, നോർമലി നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് പുറത്തേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പൊട്ടാനാണ് ചാൻസ് കൂടുതൽ അല്ലേ. അപ്പം ഇത്രയും ഭാഗത്ത് മാത്രം എന്താണ് ഒരു എൻഡ് ഫ്രിക്ഷൻ റൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയും സോണിനെയാണ് നമ്മൾ എൻഡ് ഫ്രിക്ഷൻ സോൺ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഡയമീറ്റർ എ, ഹൈറ്റ് 2a ആണെങ്കിൽ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു എൻഡ് ഫ്രിക്ഷൻ സോൺ എന്ന് പറയുന്നത് 0.85 a ആയിരിക്കും. മേലെയും ഇതേപോലെ തന്നെ 0.85 a. ഓക്കെ, അപ്പം എൻഡ് ഫ്രിക്ഷൻ സോൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർത്താൽ മതി, നമ്മൾ ഈ രീതിയിലാണ് ഫെയിലിയർ വരുന്നതെങ്കിൽ ഇത്രയും ഭാഗത്ത് എന്താണ് ആ ഒരു സർഫേസിന്റെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പം അതിന്റെ താഴേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സർഫേസിൽ നിന്നും വിട്ട് ഏതാണ്ട് ഈ ഒരു മിഡിൽ പോർഷനിലായിരിക്കും എന്ത് എൻഡ് ഫ്രിക്ഷൻ ഇല്ലാണ്ട് ഒരു വീക്കായിട്ട് ഒരു സോണായിട്ട് വരുന്ന, ഒരു വീക്ക് സോണായിട്ട് വരുന്ന ആ ഒരു സെൻട്രൽ പോർഷൻ ആയിരിക്കും ഈ എൻഡ് ഫ്രിക്ഷനിൽ നിന്ന് വിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് ആണ് ആ ഒരു സ്ലെൻഡർനെസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരു ക്യൂബ് ആണെങ്കിലോ, ഒരു ക്യൂബ് ആണെങ്കിൽ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0.39 ഓക്കെ പെർസെൻറ്റേജ് ആയിട്ട് ഓർത്താൽ മതി. 0.39% ആയിരിക്കും ആ ഒരു ഹൈറ്റിന്റെ 0.39% ഈ ഒരു എൻഡ് ഫ്രിക്ഷൻ സോൺ. അപ്പം ഒരു ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ എൻഡ് ഫ്രിക്ഷൻ സോൺ എന്താണ് കൂടുതൽ ഡീപ്പ് ആവുന്നു, അതുവഴി എന്താണ് മെറ്റീരിയൽ കുറച്ചും കൂടെ വീക്ക് ആയി പോകുന്നു. റെഡി? അപ്പം ജസ്റ്റ് ഒരു ക്രൈറ്റീരിയ ആണ് എന്ത്, ഈ ഒരു എൻഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് സൈസ് കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു എൻഡ് ഫ്രിക്ഷൻ സോൺ കൂടിക്കൊണ്ടിരിക്കുന്നു. റെഡി ആണോ? ഓക്കെ, അപ്പോ ഓക്കെ, അപ്പം ജസ്റ്റ് അവിടെ ഓർത്താൽ മതി, ആ ഒരു എൻഡ് ഫ്രിക്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ഹോൾഡിംഗ് എന്താണ് കൂടുന്നു, അതുവഴി എന്താണ് ആ ഒരു ഹോൾഡിംഗ് കൂടുന്ന വഴി നമുക്ക് ആ ഒരു മിഡിൽ പോർഷൻ കുറേയും കൂടെ കൂടുതൽ വീക്ക് ആയി പോകുന്നു. അങ്ങനെയാണ് ആ ഒരു ഫെയിലിയർ പാറ്റേൺ വരുന്നത്. ഇനി ജസ്റ്റ് നേരത്തെ പറഞ്ഞ ആരാണ്, രമ്യ പറഞ്ഞ പോലെ സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, വോളിയം കൂടുന്നു. ഇങ്ങനെ വോളിയം കൂടുമ്പോഴത്തേക്കും അതിനകത്ത് പ്രോബബിലിറ്റി ഓഫ് വീക്ക് അല്ലെങ്കിൽ ഒരു ലൂസ് ആയിട്ട്
ഉള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു വീക്ക് പോർഷൻ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്താണ് സംഭവിക്കുന്നത്? കൂടുകയാണ്. പ്രോബബിലിറ്റി ഓഫ് വീക്ക് പോർഷനും എന്ത് സൈസ് കൂടുന്നതിനനുസരിച്ച് കൂടുകയാണ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഓർക്കാനുള്ളത്. ഒന്ന് സൈസ് ഫാക്ടറും പിന്നെ അടുത്തത് എൻഡ് ഫ്രിക്ഷൻ ഫാക്ടറും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു നമ്മൾ 100 mm³ എടുത്തു, 150 mm³ എടുത്തു, 100-നേക്കാളും കുറവാണ് 150, അതായത് ഒരു ഗ്രാജുവൽ ഡിക്രീസ് ഉണ്ട്. അപ്പം ഇത് എന്താണ്, ഇതിനൊരു ലിമിറ്റ് ഉണ്ടാവൂലേ? പറഞ്ഞ മനസ്സിലായോ? എല്ലാരും പേന താഴെ വെച്ചിട്ട് കാര്യം ചോദിച്ചേ. അതായത് ഞാൻ പറഞ്ഞു കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന്, എന്നാലും നമുക്ക് ഇതിനൊരു ലിമിറ്റ് ഉണ്ടാവില്ല. ബിയോണ്ട് ദാറ്റ് നമ്മൾ ഈ ഒരു ഡിക്രീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും. അത് ഏത് സൈസ് ആയിരിക്കും? പറഞ്ഞത് മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, അപ്പം കുറയും എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഓക്കെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. ജസ്റ്റ് നോക്കുക, ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ സൈസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കുറയും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ±5 mm എന്ന് വെച്ചാൽ മനസ്സിലായില്ലല്ലോ. സൈസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കുറയാണ്. അപ്പം ഇത് സൈസ് കൂടിക്കൂടി ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ കൂടുതൽ എടുക്കാൻ നേരത്ത് ഒരു വലിയൊരു മാറ്റം കാണാനില്ല. അതായത് അവിടെ ഒരു സാച്ചുറേഷൻ വരുവാണ്. ബിയോണ്ട് ദാറ്റ് നമ്മൾ സൈസ് ഇൻക്രീസ് ചെയ്താലും അതിന് ഗ്രാജുവൽ ആയിട്ട് ഒരു വലിയ ചേഞ്ചസ് കാണാനുണ്ടാവില്ല. നമ്മളിപ്പം സ്ട്രെങ്ത്തിന്റെ കാര്യം പറയുന്ന പോലെ അല്ലെ, നമുക്ക് 3 days സ്ട്രെങ്ത് ഉണ്ട്, 7 days സ്ട്രെങ്ത് ഉണ്ട്, 14 days സ്ട്രെങ്ത് ഉണ്ട്, 28 days സ്ട്രെങ്ത് ഉണ്ട്. 28 days സ്ട്രെങ്ത് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. കാരണം എന്താ, അതിൽ നിന്നും മുന്നോട്ട് പോകുന്നതോറും ആ ഒരു വർധനം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ 28 days സ്ട്രെങ്ത് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. അതേപോലെ സൈസ് കൂടുന്നതനുസരിച്ച് സ്ട്രെങ്ത് കുറയുന്നു. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈസിന് ബിയോണ്ട് ആയിട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഡിക്രീസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് 450 mm ഗ്രേറ്റർ ദാൻ 450 mm വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൈസിന്റെ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഡിക്രീസ് നമുക്ക് ഇതിൽ കൂടുതൽ വരുമ്പോൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ബിയോണ്ട് 450 into 450 പ്രാക്ടിക്കലി there will be no decrease in strength greater than 450 into 450 mm സൈസ് ക്യൂബ് എടുക്കുമ്പം അതിന്റെ മേലേക്ക് പ്രാക്ടിക്കലി there won't be any decrease in there won't be any decrease in the strength. മനസ്സിലായോ? അതായത് നമ്മൾ 500 into 500 mm ക്യൂബ് എടുത്തു എന്ന് വിചാരിക്കാം, അത് ഓൾമോസ്റ്റ് 450 into 450 ആയിരിക്കും. ഇനി 600 into 600 ക്യൂബ് എടുക്കുക, അതിനും എന്താണ് ഈ 450 into 450. അതായത് ഈ ഒരു സൈസിന്റെ ചേഞ്ചിന് ഒരു പരിധിയിൽ കൂടുതൽ മാറ്റം വന്നാൽ നമുക്കത് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ആ ഒരു ലിമിറ്റ് ആയിട്ട് പറയുന്നത് 450 into 450 mm സൈസ് ഉള്ള ആ ഒരു ക്യൂബിന്റെ കാര്യം വലിയ സൈസ് ആണെങ്കിൽ പ്രാക്ടിക്കലി there won't be any decrease in the strength. ഓക്കെ ഓക്കെ, കംപ്രഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുമോന്നല്ല ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മളൊരു ക്യൂബ് എടുത്തു, ഓക്കെ, ഒരു ക്യൂബ് എടുത്തു, ആ ക്യൂബിന്റെ സൈസ് 15 into 15 ആണ്. പക്ഷെ നമ്മളൊരു കോളം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റീറ്റെയിനിങ് വാൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ലാബ് എടുക്കുകയാണ്. അവിടെ എല്ലാ സിറ്റുവേഷനിലും ഈ 150 into 150 mm വലിയൊരു മെമ്പർ അതിനകത്ത് വരത്തില്ലേ? ഇപ്പൊ നമ്മൾ 20 into 30 കോളം കൊടുക്കാറില്ലേ? അവിടെ നമ്മൾ ഈ 150 into 150 mm ക്യൂബിന്റെ സ്ട്രെങ്ത്തിന്റെ അത്രയും കിട്ടാൻ ചാൻസ് ഉണ്ടോ നമ്മൾ ഈ വോളിയത്തിന്റെ ഫാക്ടർ പറയാൻ നേരത്ത്? രമ്യ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മള് അല്ലാണ്ട് നമ്മൾ ഈ 450 into 450 അത്രയും വലിയ ക്യൂബ് ഉണ്ടാക്കി പൊട്ടിക്കാനല്ല. നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഇതിന്റെ ടെസ്റ്റ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് 450 into 450 സൈസ് ക്യൂബിന്റെ കാര്യം വലിയൊരു ക്യൂബ് എടുത്താൽ അവിടെ നമുക്ക് പിന്നെ ഒരു മാറ്റം വരാനില്ല. ഓക്കെ, അപ്പം നമ്മൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? സേഫ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 450 into 450 എന്ന് പറയുമ്പോഴത്തേക്കും ആ സൈസിന്റെ ക്രിട്ടിക്കൽ പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് എന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? നമ്മുടെ സൈസ് എഫക്റ്റിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണോ ഈ 450 into 450 വെച്ച് കിട്ടുന്നത്? റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഈ 450 into 450 വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കുറഞ്ഞ സൈസ് വന്നാലും നമുക്ക് എന്തായിട്ട് വരുവാണ്? സേഫ് ആയിട്ട് വരുവാണോ?
അതിനേക്കാളും ചെറിയ സൈസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ സേഫ് ആവുകയാണോ? റെഡി. അപ്പം നമ്മൾ ഒരു സ്ട്രക്ചർ എടുക്കാൻ നേരത്ത് ഈ സൈസ് ഫാക്ടർ പറയും. സൈസ് ഫാക്ടർ എടുക്കാൻ നേരത്ത് 450 × 450 എത്രയാണോ ആ ഒരു ചേഞ്ച് വരുന്നത്, ആ ഒരു പെർസെൻറ്റേജ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ബീമോ അല്ലെങ്കിൽ ഒരു കോളം എടുക്കാൻ നേരത്ത് ഈ 450 × 450 ചെറുതാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അതിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ എക്സ്ട്രീം ചെയ്യുന്ന വഴി സൈസിന്റെ എഫക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 450 × 450 മേലെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രാക്ടിക്കലി അതിന്റെ മേലെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇതുവരെ ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. അതിന്റെ മേലേക്ക് ചേഞ്ച് ഉണ്ടാവില്ലെന്നല്ല, നമുക്ക് അത് പ്രാക്ടിക്കലി വളരെ മൈന്യൂട്ട് ആയിരിക്കും. നമുക്ക് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് പറയുന്നത് 450 × 450 ആണ്. 450 × 450 ഞാൻ ഒരു 10-15 പ്രാവശ്യം പറഞ്ഞു. അപ്പം ആ ഒരു ക്യൂബ് അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ വെച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇതിൽ കുറഞ്ഞ സൈസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ എന്താണ് സംഭവം, സെറ്റ് ആവും. ഓക്കെ ഓക്കെ. അപ്പോ സ്ട്രെങ്ത് ഓഫ് ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഓക്കെ അല്ലെങ്കിൽ വേഗം പറയണേ, പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സ്ട്രെങ്ത് ഓഫ് 450 mm ക്യൂബ് is almost equal to ഒരു ടേം ഇൻറ്റു സ്ട്രെങ്ത് ഓഫ് 150 mm. ഈ ഒരു ഫാക്ടർ കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ എന്താണ് ക്യൂബ് ടെസ്റ്റ് ചെയ്യുന്നത് 150 ആണല്ലോ. അപ്പം ഈ സൈസ് ഫാക്ടർ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 450. അപ്പം ഇതിന്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഇങ്ങോട്ട് വരിക? അപ്പോൾ ഓർത്തോളം ഇറ്റ് ഈസ് ഈക്വൽ ടു 0.85 ഇൻറ്റു സ്ട്രെങ്ത് ഓഫ് 150. അപ്പം ഈ ഒരു ടേം ഇതിനെയാണ് നമ്മൾ സൈസ് ഫാക്ടർ എന്ന് പറയുന്നത്. സൈസ് ഫാക്ടർ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട് എല്ലാവരും ഒരു ഓക്കെ പറഞ്ഞേ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞേ. എല്ലാവരും പറയണേ. റെഡി? നീ കുറച്ചൊരു മിനിറ്റില്ലല്ലോ. അപ്പം ഇത് സൈസ് ഫാക്ടർ. ഞാൻ എൻഡ് ഫ്രിക്ഷൻ പറഞ്ഞല്ലോ. എൻഡ് ഫ്രിക്ഷനും ഇതേപോലെ ഒരു ഫാക്ടർ ഉണ്ട്, ഒരു ടേം ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു സിലിണ്ടറിന്റെ അത്ര ഉണ്ടാവില്ല ഇതിന്, ക്യൂബിന് അല്ലേ. അപ്പൊ നമ്മൾ ക്യൂബിൽ എടുക്കാൻ നേരത്തെ ഞാൻ ഇട്ട നമ്പർ എത്രയായിരുന്നു? 0.39 എന്നൊക്കെ എഴുതിയില്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് 0.39 എന്ന് എഴുതിയായിരുന്നു. 398 അത്രയും ആ ഒരു റേഞ്ചിലാട്ടോ വരിക. അപ്പം നമ്മൾ ഈ ഒരു എൻഡ് ഫ്രിക്ഷൻ ഫാക്ടർ ആയിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0.79. അതായത് എൻഡ് ഫ്രിക്ഷന്റെ ഒരു എഫക്റ്റും വരുന്നുണ്ടല്ലോ നമ്മൾ ഈ ഒരു ക്യൂബിന്റെ സൈസ് അനുസരിച്ച്. ഓക്കെ. അപ്പം M15 അല്ലെങ്കിൽ സോറി നമ്മളൊരു ക്യൂബ് 15 mm എടുക്കുവാണെങ്കിൽ അതിന് സൈസും എൻഡ് ഫ്രിക്ഷന്റെ ഫാക്ടേഴ്സും കൂടെ നമ്മൾ കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഒരു സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഓക്കെ, സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഓഫ് എനി സൈസ് by default will be equal to ഈ ഒരു സൈസ് ഫാക്ടർ ഇൻറ്റു എന്താണ് അടുത്ത ഫാക്ടർ ഏതാ? അടുത്ത ഫാക്ടർ ഏതാ? അടുത്ത ഫാക്ടർ പറഞ്ഞേ. എൻഡ് ഫ്രിക്ഷൻ ഫാക്ടർ ഇൻറ്റു എന്ത് വരണം? FCK. FCK എന്താണെന്ന് അറിയാലോ അല്ലെ? നമ്മൾ ഇതിനു മുമ്പ് ഞാനൊരു സെക്ഷൻ മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് FCK എന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സൈസ് ഫാക്ടർ ആയിട്ട് നമ്മൾ ഏറ്റവും എക്സ്ട്രീം കണ്ടീഷൻ കൊടുക്കുക 0.85. ഇതേപോലെ തന്നെ എൻഡ് ഫ്രിക്ഷൻ നമുക്ക് ഏറ്റവും എക്സ്ട്രീം കണ്ടീഷൻ കൊടുക്കാം 0.79. ഓക്കെ, എൻഡ് ഫ്രിക്ഷന്റെയും ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ ആണ് കേട്ടോ 0.79 വരുന്നത് ഇൻറ്റു FCK. അപ്പം ഈ 0.85 ഇൻറ്റു 0.79 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0.67 FCK. ഈ 0.67 FCK അതായത് നമുക്കിപ്പം ഒരു ക്യൂബിന്റെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്ട്രക്ചറിലേക്ക് എടുക്കുന്നത് 2/3 FCK അല്ലെങ്കിൽ 0.67 FCK എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അല്ലെ? അങ്ങനെ വരുന്നത് ഈ രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു 2/3 FCK വരുന്നത്. ഓക്കെ ആണോ? റെഡി?
അപ്പം ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അഡീഷണൽ ആയിട്ട്. അപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ ഒരു സൈസ് ഫാക്ടർ ഉണ്ട്, എൻഡ് ഫ്രിക്ഷൻ ഫാക്ടർ ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചറിലേക്ക് എന്ത് വരുന്നത്, ഈ ഒരു 0.67 FCK. FCK എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അല്ലെ. ഓക്കെ, ഒരു ക്യൂബിന്റെ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. ഇനി നമ്മൾ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്, മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് നമ്മൾ ഈ ക്യൂബിലേക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ഗിവൺ ക്യൂബിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു അഗ്രിഗേറ്റിന്റെ മാക്സിമം സൈസ് എത്രയാണ് പറഞ്ഞേ? എഴുതാൻ പോയി. ഓക്കെ, 20 അല്ലെ. അപ്പം എല്ലാവരും 20 mm എന്ന് പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് കേട്ടോ അതിനകത്ത്. സൈസ് ഓഫ് ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഓർ 20 mm. ഇതിനകത്ത് രണ്ടിലും ഏതാണോ കുറവ്, വിച്ച് എവർ ഇസ് ലെസർ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോൾ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് 15 mm, അല്ല സോറി 150 mm ക്യൂബ് അല്ലേ. 150 mm ക്യൂബിന്റെ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് 37.5 ആണ് കിട്ടുന്നത്. 37.5. അതുകൊണ്ടാണ് നമ്മൾ നോർമലായിട്ട് എന്തായിട്ട് പഠിക്കുന്നത്, 20 mm സൈസ് ആയിട്ട് പഠിച്ചത്. അപ്പം 150 mm ക്യൂബ് ആണെങ്കിൽ 20 mm ആണ്. പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ അതിന്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ കോഡിൽ ഉള്ളതാണ്, അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു UTM ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കംപ്രഷൻ ടെസ്റ്റിംഗ് കൊടുക്കുന്നത്. അതിന്റെ റേറ്റ് ഓഫ് ലോഡിംഗ്, സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഓഫ് ലോഡിംഗ്, അതും കൂടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ഇറ്റ് ഈക്വൽ ടു 14 Newton per mm² per minute. 14 Newton per mm² per minute. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ലോഡിംഗ്. ഓക്കെ, റെഡിയാണോ? അപ്പൊ നമ്മൾ ഈ രീതിയിൽ കിട്ടിയ കംപ്രഷൻ ടെസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യാറുള്ളതിൽ സ്പീഡായി പോകുന്നുണ്ടോ? ഓക്കെ, നമ്മൾ നിയറസ്റ്റ് 0.5 MPa നമ്മൾ ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടിയ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കംപ്രഷൻ ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് 0.5 MPa ആ ഒരു സ്കെയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 0.5 MPaയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് ചെയ്തിട്ടായിരിക്കും നമ്മളത് നോട്ട് ചെയ്യാറുള്ളത്. MPa അല്ലെങ്കിൽ എന്താണ്, ന്യൂട്ടൺ പെർ mm² നമുക്ക് എഴുതാട്ടോ, കുഴപ്പമില്ല. അപ്പൊ ഓർത്തോളാം, ഇപ്പം M30 ആണെങ്കിൽ അതെന്തായിരിക്കും 30 യൂണിറ്റ് എന്താ, യൂണിറ്റ് എന്താ, യൂണിറ്റ് എന്താ, യൂണിറ്റ് പറഞ്ഞേ. ഓക്കെ, ന്യൂട്ടൺ പെർ mm². ഓക്കെ, അപ്പൊ ഞാൻ എഴുതണ്ടല്ലോ 30 Newton per mm² ആയിരിക്കും. അപ്പം അതൊന്ന് കൺഫേം ചെയ്തേക്കുക. അത് തന്നെയാണ് നമ്മൾ MPa ആയിട്ടും എഴുതുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഏജ് കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്, സ്ട്രെങ്ത് കൂടുന്നുണ്ട് അല്ലെ. ഇപ്പം നമ്മൾ നോർമലായിട്ട് പറയാറുള്ളത് 3 days, 7 days, 14 days. അപ്പൊ നമ്മളൊരു ഗിവൺ ക്യൂബ് M20 ക്യൂബ് ആണ്, അതിന്റെ 3 days സ്ട്രെങ്ത് ഓൾമോസ്റ്റ് ഏത് റേഞ്ചിലായിരിക്കും വരിക? അപ്പം ആ ഒരു പെർസെന്റേജ് ഒന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 45% ഓഫ് സ്പെസിഫൈഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ 0.45 FCK എന്ന് എഴുതുക. 45% ഓഫ് സ്പെസിഫൈഡ് സ്ട്രെങ്ത്. നമുക്ക് 28 days ആകുമ്പോഴത്തേക്കും ആ സ്ട്രെങ്ത് തന്നെ എത്തും. 7 days ആകുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 60%. അതായത് 0.6 FCK. 14 days ആകുമ്പോഴത്തേക്കും 0.85 FCK, അല്ലെങ്കിൽ 85%. ഈ കാര്യങ്ങളിലൂടെ വേണമെന്ന് ഓർത്തിരിക്കാം. 3 days ആകുമ്പോഴത്തേക്കും 45 അല്ലെങ്കിൽ 0.45 FCK, 0.6 FCK, 0.85 FCK. ഓരോ ഏജ് അനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് മാറുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഞാനിപ്പം ഒരു ഗ്രാഫ് വരയ്ക്കുവാണ്. ഓക്കെ, ഇതിനകത്ത് ഫ്രീക്വൻസി പെർസെൻറ്റേജ്, ഇതിനകത്ത് സ്ട്രെങ്ത്. അപ്പം നമുക്ക് ഈ ഒരു സാമ്പിള് അല്ലെങ്കിൽ ഒരു ഗിവൺ സാമ്പിൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഈ രീതിയിൽ ഒരു ഗ്രാഫാണ് കിട്ടിയേക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ക്യൂബ് ടെസ്റ്റ് ആണ്. ഈ കിട്ടിയേക്കുന്നത് അതിന്റെ സ്ട്രെങ്ത് ആണെന്നും കൂടെ ഓർത്തിരിക്കുക. ഇവിടെ അതിന്റെ സ്ട്രെങ്ത് എത്ര സാമ്പിളിൽ അത് കിട്ടിയിട്ടുണ്ടെന്ന്.
ഫ്രീക്വൻസി പെർസെൻറ്റേജ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഞാൻ കുറച്ച് പോയിന്റ്സ് തരാം, ശ്രദ്ധിച്ച് പറയണം. ഇത് പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് സി, പോയിന്റ് ഡി. ഇതിനകത്ത് ഏത് വാല്യൂ ആണ് നമ്മൾ FCK ആയിട്ട് എടുക്കേണ്ടത്? ഒരു ഗിവൺ ക്യൂബ് ടെസ്റ്റിന്റെ റിസൾട്ട് ആണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഏത് പോയിന്റ് ആയിരിക്കും നമ്മുടെ FCK? ഏത് പോയിന്റ് ആയിരിക്കും FCK? 4 ഓപ്ഷൻസ് ഉണ്ട്, A, B, C, D. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല നിങ്ങൾ അതൊന്നുകൂടി ചോദിക്കാൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ചോദിക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, തിരക്ക് പിടിച്ച് ആൻസർ പറഞ്ഞ് തെറ്റിക്കണ്ട. B to D, അങ്ങനെ റേഞ്ച് ഒക്കെ പറയാൻ പറ്റുമോ? ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ 100 സാമ്പിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ശതമാനം വന്നിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഈ റേഞ്ചിനകത്ത് ഇതിന്റെ താഴെയുള്ള പെർസെൻറ്റേജ്, ഈ റേഞ്ചിനകത്ത് ഇതിന്റെ താഴെയുള്ള പെർസെൻറ്റേജ്, ആ രീതിയിൽ മൊത്തത്തിലുള്ള സാമ്പിളിന്റെ എത്ര ശതമാനം, ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ആൻസർ ബി പറയുന്നവരുണ്ട്, സി പറയുന്നവരുണ്ട്. 95%, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. സി പറയുന്നവരുണ്ട്. ഓക്കെ, കുറെ ആൾക്കാർ സി ആ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് FCK വാല്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും എന്നല്ലേ? ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളെ ഒന്ന് ഓർത്ത് നോക്കുക. FCKന്റെ ഡെഫിനിഷൻ എന്താ? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ? ഈ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അതായത് നമ്മളൊരു ഗിവൺ സാമ്പിൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് 95% എന്താണ് ഈ പറയുന്ന സ്ട്രെങ്ത്തിന് മേലെ വരണം. അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും, ഈ പറയുന്ന സ്ട്രെങ്ത്തിനേക്കാളും താഴെയായിട്ട് only 5% ഓഫ് ദി റിസൾട്ട് ഫെയിൽ. നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളിനകത്ത് 100 എണ്ണം എടുക്കുവാണെങ്കിൽ അതിനകത്ത് 5 എണ്ണം മാത്രമേ നമ്മൾ ഈ പറയുന്ന സ്ട്രെങ്ത്തിന്റെ താഴെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയുവാണ് ഇതാണ് FCK ആയിട്ട് പറയുവാണെങ്കിൽ 50% എന്താണ് ഈ ഒരു സ്ട്രെങ്ത്തിന്റെ താഴെയാണ്, 50% ഈ ഒരു സ്ട്രെങ്ത്തിന്റെ മേലെയാണ്. ബി ശരിയാണോ? മനസ്സിലായില്ല? നമ്മൾ പറയുന്ന ആ ഒരു സ്ട്രെങ്ത് FCK ആയിട്ട് നിങ്ങൾ ഇത് പറഞ്ഞു എന്ന് വിചാരിക്കാം. ബി അല്ലേ കുറച്ച്, സി അല്ലേ കുറച്ച് പേര് പറഞ്ഞത്. അപ്പം എടുത്തിരിക്കുന്ന സാമ്പിളിന്റെ 50% ഇതിന്റെ മേലെയും 50% ഇതിന്റെ താഴെയും. ഇതാണോ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്? അല്ല അല്ലെ? ഇവിടെ നോക്കുക, പോയിന്റ് ബി, നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളിന്റെ 5% അല്ലെ ഈ പറയുന്ന പോയിന്റിന്റെ താഴേക്കാണ്. ഇതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? FCK ആയിട്ട് എടുക്കുന്നത്. സമ്മതിക്കുന്നില്ലേ? നോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മനസ്സിലായോ? അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓക്കെ, ബി കറക്റ്റ് ആണ്. ഞാനിവിടെ ഓപ്ഷൻ എഴുതി, ഇപ്പം മാറിപ്പോയി. നിങ്ങൾ ആൻസർ സി പറഞ്ഞേ, സി തെറ്റ്, ബി ആയിരുന്നു കറക്റ്റ്. ബി പറഞ്ഞവരുണ്ട്. അപ്പം ബി പറഞ്ഞവര് വെറുതെ പറഞ്ഞായിരിക്കില്ല, കാര്യം കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. കൃത്യം കാര്യം മനസ്സിലായോ? നമ്മൾ എടുത്തിരിക്കുന്ന 100 സാമ്പിളിൽ 5 എണ്ണം മാത്രമേ ഈ പർട്ടിക്കുലർ സ്ട്രെങ്ത്തിന്റെ താഴെ പോകാൻ പാടുള്ളൂ. ഈ 5 എണ്ണത്തിന്റെ അല്ലെങ്കിൽ 5 ബാക്കി വരുന്നതിന്റെ സോറി ആ ഒരു മിനിമം വാല്യൂ, ആ ഒരു വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? FCK ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ആണെങ്കിൽ വേഗം പറ. ഓക്കെ, എല്ലാരും ഓക്കെ ആണോ? റെഡി അല്ലേ? ഓക്കെ, ഇനി കുറച്ച് കാര്യം കൂടെ പറയാം. നമ്മളിപ്പം ഒരു ഗിവൺ സാമ്പിളിന്റെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമം എത്ര ക്യൂബ് എടുക്കാറുണ്ട്? ഒരു സാമ്പിളിന്റെ നമ്മൾ എത്ര ക്യൂബ് എടുക്കാറുണ്ട്? 3, അറിയാലോ. ഈ 3 എന്ന് പറയുന്നത് സ്പെസിമെൻ ആണ് എന്ന് ഓർക്കാൻ പറ്റുമോ? ഒരു സാമ്പിളിൽ നിന്ന് നമുക്ക് 3 സ്പെസിമെൻ എടുക്കണം. ഈ 3 സ്പെസിമെന്റെ ആവറേജ് ആയിരിക്കും നമ്മൾ ആ ഗിവൺ സാമ്പിളിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്. റെഡിയാണോ? പറഞ്ഞു മനസ്സിലായോ? ഒരു സാമ്പിളിൽ നിന്ന് 3 സ്പെസിമെൻ, ഈ 3 സ്പെസിമെനും ഫെയിൽ ആക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്ന ആവറേജ് ആണ് എന്ത്? ആ ഒരു ഗിവൺ സാമ്പിളിന്റെ കംപ്രഷൻ സ്ട്രെങ്ത്. റെഡിയാണോ?
ഓക്കെ, എഴുതാൻ പോയി. ഓക്കെ, നമ്മളെ ടേബിൾ 2 IS 456 ടേബിൾ 2 ഒരു അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഉണ്ട്. അത് വേണേൽ ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഓരോ സാമ്പിളും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ ചില സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, റിജക്ട് ചെയ്യേണ്ട ഒരു സാമ്പിൾ അല്ല സ്പെസിമിൻ നമ്മൾ റിജക്ട് ചെയ്യേണ്ടി വരും. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനെ ഞാൻ സ്പെസിമിൻ എന്ന് പറയും. നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിനെ സാമ്പിൾ എന്ന് പറയും. ഓക്കെ, അപ്പം ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ നേരത്തെ ഏതെങ്കിലും ഒരു സ്പെസിമിന്റെ ആ ഒരു FCK വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് വാല്യൂ എന്ന് പറയുന്നത് FCK മൈനസ് 3 MPa ആണെങ്കിൽ നമുക്ക് അതിനെ റിജക്ട് ചെയ്യാൻ പറ്റും. FCK മൈനസ് 3 MPa ആണെങ്കിൽ we shall reject it. മനസ്സിലായോ? ഇതിപ്പോ നമുക്ക് 30 ആണ് വേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സാമ്പിളിന് 27 താഴെയാണ് സ്ട്രെങ്ത് വന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്പെസിമിൻ നമുക്ക് റിജക്ട് ചെയ്യാം. സ്പെസിമിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്തോളം ഇൻഡിവിജ്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓർത്തോളൂ കേട്ടോ. ഇനി ഇതിന്റെ പോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് 4 കൺസിക്യൂട്ടീവ്, നമ്മൾ 4 കൺസിക്യൂട്ടീവ് ഉള്ള ക്യൂബുകൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ആവറേജ് മനസ്സിലായോ? അതായത് ഇപ്പം 4 ക്യൂബ് അടുപ്പിച്ചുള്ള 4 ക്യൂബ് എടുത്തു. എന്നിട്ട് ഈ 4 ക്യൂബിന്റെയും സ്ട്രെങ്ത്തിന്റെ ആവറേജ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ആവറേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു FCK പ്ലസ് 3 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു FCK പ്ലസ് 0.825s 0.825s. മനസ്സിലായോ? ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കിപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ക്യൂബ്സ് ആണ് എടുക്കുന്നതെങ്കിൽ 4 എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആവറേജ് എടുക്കുന്നു. ആ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് FCK പ്ലസ് 3നേക്കാളും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ FCK പ്ലസ് 0.825s ഇതിനേക്കാളും കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വി ഷാൽ അക്സെപ്റ്റ്. റിപ്പീറ്റ് ചെയ്യണോ പറഞ്ഞത്? ഓക്കെ, എസ് എന്തായിരിക്കും? നമ്മൾ മിക്സ്ഡ് ഡിസൈൻ ഒക്കെ പഠിച്ച ആൾക്കാരാണ്. റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ പറയാം. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഓരോരോ ക്യൂബ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ചെറിയൊരു സ്കെയിലിൽ അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ക്യൂബും സാമ്പിൾസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് FCKനേക്കാളും -3, അതായത് 30 ആണെങ്കിൽ 27 താഴെ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു സ്പെസിമിൻ നമ്മൾ റിജക്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കേട്ടോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി നമ്മളൊരു ഗ്രൂപ്പ്, അതിനകത്ത് കറക്റ്റ് കോഡിനകത്ത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് 4 നോൺ ഓവർലാപ്പിംഗ് കോൺസിക്യൂട്ടീവ് ക്യൂബ്സിന്റെ സ്ട്രെങ്ത്, 4 കൺസിക്യൂട്ടീവ് ക്യൂബ്സിന്റെ സ്ട്രെങ്ത്തിന്റെ ആവറേജ് എടുക്കാൻ നേരത്ത് ഈ 2 ക്രൈറ്റീരിയ, ആവറേജ് എടുക്കാൻ നേരത്ത് FCK പ്ലസ് 3നേക്കാളും കൂടണം, അല്ലെങ്കിൽ FCK പ്ലസ് 0.825s കൂടണം. നോർമലി ഇത് തന്നെ നോക്കിയാൽ മതി. ഇനി ഈ ഇക്വേഷൻ പറഞ്ഞുതരാൻ കാരണം കോഡിനകത്തുണ്ട്, അതിന്റെ കൂടെ തന്നെ നമുക്ക് S ഒന്ന് പഠിച്ചിട്ട് പോവാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എനിക്ക് തോന്നുന്നു നമ്മൾ മിക്സ്ഡ് ഡിസൈൻ പറഞ്ഞ സമയത്ത് ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലാത്തിന്റെയും പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? പറഞ്ഞായിരുന്നോ? ഓക്കെ, ഇപ്പൊ പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയാനായിട്ട് നിങ്ങൾ IS കോഡിലെ ടേബിൾ 8 കേട്ടോ. അപ്പം നമുക്ക് ഗ്രേഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് M10 മുതൽ M15 വരെ ആ കോഡ് അതേപോലെ വായിക്കുന്നതിന് പകരം ഇങ്ങനെ പഠിക്കാം. 3.5 ആയിരിക്കും. M15 മേലേക്ക്, അതായത് M20 മുതൽ M25 വരെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4. ഗ്രേറ്റർ ദാൻ M25, അതായത് M30 മുതൽ M60 വരെ 5.0 SD ആണ്. കോഡിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ആ ഓരോ ഗ്രേഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഞാനിത് മൊത്തം അങ്ങോട്ട് ഷോർട്ടായി പറഞ്ഞു മാത്രം. M10 M15 ആണ് 3.5, M20 M25 ആണെങ്കിൽ 4 ആയിരിക്കും, M30 മുതൽ M60 വരെ ആണെങ്കിൽ എന്താണ് 5.0 ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് കോഡൽ പ്രൊവിഷൻ വെച്ചിട്ടുള്ള എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി സപ്പോസ് നമുക്ക് ഒരു കോൺക്രീറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എത്ര സാമ്പിൾസ് വേണം? സ്പെസിമിൻ അല്ല ഞാൻ ചോദിച്ചേക്കുന്നത്, എത്ര സാമ്പിൾസ് വേണം? എത്ര സാമ്പിൾ വേണം?
5 എന്തിനൊക്കെയാണെന്ന് മനസ്സിലായില്ലല്ലോ. ഓക്കെ, M30 മുതൽ M60 വരെ കേട്ടോ. M30, M40 അങ്ങനെ M60 വരെ ഉള്ളതിന് 5.0 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചായിരുന്നു, അതിന്റെ ഉത്തരം പറഞ്ഞേ. 4 സാമ്പിൾ മതിയോ? നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പം ഒരു ഈ കോഡലിൽ പ്രൊവിഷൻ അല്ലാണ്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണേൽ ഓർത്തോളാം, നമുക്ക് മിനിമം 30 സാമ്പിൾസ് വേണം. 30 സാമ്പിൾ. 30 സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര സ്പെസിമെൻ ആയി? 30 സാമ്പിൾ എന്ന് പറയുമ്പോൾ എത്ര സ്പെസിമെൻ ആയി? 90. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പോകണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡിൽ തന്നിരിക്കുന്ന ആ ഒരു പ്രൊവിഷൻ വെച്ച് ചെയ്യാം. ഈ ഓർത്തോളാം, നമ്മൾ നോർമലായിട്ട് ഈ IS കോഡിന്റെ ക്രൈറ്റീരിയസ് ഒക്കെ സാറ്റിസ്ഫൈ ആവുന്നത് M60 വരെയാണ്. M60ക്ക് മേലേക്ക് നമുക്ക് കോഡൽ പ്രൊവിഷൻസ് പറ്റത്തില്ല. കാരണം എന്താ, അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പം മെയിൻലി നമുക്ക് ഈ IS കോഡിന്റെ ക്രൈറ്റീരിയസ് ഒക്കെ സാറ്റിസ്ഫൈ ആവുന്നത് M60 വരെയാണ് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്കിപ്പം സാമ്പിളിന്റെ എണ്ണം, ഓക്കെ സോറി, നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ ക്യൂബിനേക്കാളും താഴെയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇൻഡിവിജ്വലിനും നമുക്ക് ഈ പറഞ്ഞ ആവറേജിനും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇൻഡിവിജ്വൽ എടുക്കുവാണെങ്കിൽ ഓക്കെ FCK -2 മെഗാപാസ്കൽ. ഞാൻ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് നമ്മൾ മേലെ പറഞ്ഞത്. 30 മീറ്റർ ക്യൂബിനേക്കാളും താഴെയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാമ്പിളിനെ നമ്മൾ FCK -2 മെഗാപാസ്കലിനേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. ഗ്രൂപ്പ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ആണെങ്കിൽ നമ്മൾ FCK +4 മെഗാപാസ്കൽ. നേരത്തെ അവിടെ 3 ആയിരുന്നു, ഇവിടെ 2ഉം 4ഉം. ഓക്കെ, ലെസ് ദാൻ 30 മെഗാപാസ്കൽ വരുവാണെങ്കിൽ കേട്ടോ. ആവറേജ് ഓഫ് ഓൾ വാല്യൂസ് ഷുഡ് ബി ഹയർ ദാൻ FCK +4. അല്ലെങ്കിൽ നമ്മൾ ആ സാമ്പിളിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, FCK +4നേക്കാളും കൂടുതലല്ല എങ്കിൽ നമ്മൾ ആ സാമ്പിൾ നമ്മൾ റിജക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, നമ്മൾ ഗിവൺ സാമ്പിൾസിന്റെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ, ജനറൽ കണ്ടീഷൻ ആണ് ആദ്യം പറഞ്ഞത്. ഇനിയിപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 മീറ്റർ ക്യൂബ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് FCK -2 മെഗാപാസ്കലിനേക്കാളും കൂടുതലായിരിക്കണം. ഗ്രൂപ്പ് അല്ലെങ്കിൽ ആവറേജ് ഓഫ് ഓൾ സാമ്പിൾസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ FCK +4 മെഗാപാസ്കൽ. ഓക്കെ, ഇത് നിങ്ങളുടെ കോഡിനകത്തുണ്ട്. അപ്പം ആ കോഡിൽ നിന്ന് നമ്മൾ ഈ വാല്യൂസ് വായിച്ചെടുക്കൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായത് കൊണ്ട് ജസ്റ്റ് അതൊന്നും കാണിച്ചു തന്നു മാത്രം കേട്ടോ. പ്രശ്നമൊന്നുമില്ല, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തോളാം, നമുക്ക് കോഡൽ സ്പെസിഫിക്സ് അല്ലെങ്കിൽ കോഡിന്റെ ക്രൈറ്റീരിയ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് M60 വരെ ഉള്ളൂ. അതിന്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിസൈൻ ഒക്കെ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ 30 സാമ്പിളൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ RCC എത്രയാ? മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ RCC ഏതാ? M20. ഓക്കെ അല്ലേ, M20 ആണ്. M20 മിനിമം ഗ്രേഡ്. ഓക്കെ, നോമിനൽ മിക്സ് അവൈലബിൾ ആവുന്ന ഇവിടം വരെയാണ്. നോമിനൽ മിക്സ്, ഡിസൈൻ മിക്സ് കാര്യങ്ങളൊക്കെ ഡിസൈനിങ് വരെ നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജി പറഞ്ഞിട്ടുണ്ട്. നോമിനൽ മിക്സ് നമ്മൾ നോർമലി പറയാറ് M20 വരെയാണ്. ഓക്കെ, M40 അല്ല, M25 തൊട്ട് ശരിക്കും നമുക്ക് ഡിസൈൻ മിക്സ് ഉണ്ട്. അപ്പൊ നോമിനൽ മിക്സ് ആയിട്ട് നമ്മൾ സാധാരണ പറയാറ്, ഇപ്പൊ M25നും നിങ്ങൾ ഡിസൈൻ മിക്സ് നോമിനൽ മിക്സ് റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നോമിനൽ മിക്സ് ആയിട്ട് നമ്മൾ ജനറലി പറയാറുള്ളത് M20 വരെയാണ് എന്നൊന്ന് ഓർക്കണം കേട്ടോ. അതിന് മേലേക്ക് M25ന്റെ നമുക്ക് ഡിസൈൻ എന്തിനകത്തുണ്ട്, നിങ്ങളുടെ കോഡിനകത്തുണ്ട്. M30ന്റെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം M25 തൊട്ട് മേലേക്കുള്ളതിന് നമുക്ക് എന്താണ് ഉപയോഗിക്കുന്നത്, നോമിനൽ മിക്സ് ആണ്. M20 വരെ നമുക്ക് നോമിനൽ മിക്സസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കേസൊക്കെ തന്നെ ആയിരിക്കാം. നമുക്ക് M20 M15 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് റേഷ്യോ എഴുതാറില്ലേ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, കൺഫ്യൂഷൻ നോക്കണ്ട. ഇനി അല്ലെങ്കിൽ താഴെ വരെ പോകാൻ നേരത്ത് നമുക്ക് എളുപ്പമായിട്ട് കിട്ടാം. M20 എന്ന് പറയുന്നത് 1:1.5:1
3 അല്ലേ? എപ്പോഴും ഓർത്തോളൂ കോഴ്സ് അഗ്രിഗേറ്റ് ഇസ് ടു ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1:2 റേഷ്യോയിലായിരിക്കും. ഓക്കെ, കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും 1:2 റേഷ്യോയിലായിരിക്കും. അപ്പൊ നമുക്ക് ഓക്കെ, സിമെന്റ് ഈ കാണുന്ന എന്താണ്? ഫൈൻ അഗ്രിഗേറ്റ് അല്ലേ? ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 20 ഇല്ലേ, 30 ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ മതി. M25ന്റെ കേസിലല്ല, അതുവരെ ജസ്റ്റ് വേണേൽ നിങ്ങൾക്ക് ഒന്ന് ഓർത്തിരിക്കാൻ മാത്രം. ഇപ്പൊ ഞാൻ പറയുവാണ്, M20ന്റെ കേസിൽ 30 ഡിവൈഡ് ബൈ 20 എന്ന് പറയുന്നത് എത്രയാണ്? 1.5 അല്ലേ? ഇനി M15ന്റെ കേസ് നോക്കാം. 30 ഡിവൈഡഡ് ബൈ 15 എത്രയാണ്? 2. അപ്പം M15 എന്ന് പറയുന്നത് 1:2:4. ഇതേപോലെ നിങ്ങൾക്ക് വേണേൽ M10 ചെയ്ത് നോക്കാം, M7.5 ചെയ്ത് നോക്കാം. എല്ലാം ഈ ഒരു ഇത് സോൾവ് ആവുന്നുണ്ട്. അപ്പൊ ഈ 30 കിട്ടിയേക്കുന്നത് എക്സ്പെരിമെന്റ് പ്രൊസീജിയർ ഒന്നുമല്ല, ജസ്റ്റ് ഒന്നത് അങ്ങനെ വന്നു എന്ന് മാത്രം. അതിന് പ്രത്യേകിച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് അത് അങ്ങനെ വന്നു. അത് വേണേൽ നിങ്ങൾക്കൊന്ന് ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നമ്മൾ കുറെ എന്താണ് എക്സാം എഴുതിയവർക്കെല്ലാം തന്നെ ഈ മിക്സ് റേഷ്യോ കാര്യങ്ങളൊക്കെ കാണാപ്പാടായിരിക്കാം. ഈ പെട്ടെന്ന് അത് കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട്, അങ്ങനെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതൊന്ന് ഓർത്താൽ മതി. ഇനി നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയാൻ നേരത്ത് നമ്മൾ ഓർത്തോളാം, നമുക്കിപ്പോൾ വേണ്ട സ്ട്രെങ്ത് M30 ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ മേക്ക് ചെയ്യേണ്ടത് M30നേക്കാളും കൂടുതലാണോ? ഈ കാര്യം കൂടെ മാത്രം ഒന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, സമയമായി. നമുക്ക് വേണ്ടത് M30 ആണെങ്കിൽ M30നേക്കാളും കൂടുതലാണോ കുറവായിട്ടാണോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്? കൂടുതലായിട്ട് അല്ലേ? അതിന് നമ്മൾ പറയുന്നത് എന്താണ്? അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആ വേണ്ട ആ ഒരു സ്ട്രെങ്തിനെ നമ്മൾ എന്താ പറയുന്നത്? ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണോ? കൊള്ളാം. ഡിസൈനിന്റെ കേസിലാണ് ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് ഓർമ്മയുണ്ടോ? ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്? FM. FM is equal to FCK plus K into S. FCK ആണ് നമുക്ക് വേണ്ട ആ ഒരു സ്ട്രെങ്ത്. K എന്ന് പറയുന്നത് 1.65, S എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ മിക്സിന്റെ ഡിസൈനിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു കാര്യങ്ങളൂടെ വേണേ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, റെഡിയാണോ? ഇല്ല, RCC ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, RCC ക്ലാസ്സസ് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളിപ്പോൾ അതിന്റെ 2 സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഏപ്രിൽ എക്സാം കാണുമെന്നാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അത്യാവശ്യം എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൊട്ടീൻ പോലെ തന്നെ എന്താണ് സീരിയസ് ടെസ്റ്റുകൾ വരുന്നില്ല, അത് മുടങ്ങാണ്ട് അറ്റൻഡ് ചെയ്യുക. നമ്മൾ പറയുന്ന ആ സെക്ഷൻസ് ഒക്കെ ആക്കുക. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു സെന്റർ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലാസ് കൊടുക്കുന്ന വഴി നമുക്ക് ഒന്ന് ഗൈഡ് ചെയ്യാനേ സാധിക്കുള്ളൂ. നമ്മുടെ എഫേർട്ട് ആണ് വേണ്ടത്. അപ്പം നിങ്ങൾ മാക്സിമം എഫേർട്ട് കൊടുക്കുക. നമുക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം അല്ലെ? അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്ത് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. സബ്ജക്ട് വൈസ് ആയിട്ട് എടുത്തു തരുന്നതിനെ കൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കവറിങ് ഒരു റുട്ടീൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് ഈ പോർഷൻ മൊത്തം നമ്മൾ ഒരു എന്താണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് റാൻഡം ആയിട്ട് സബ്ജക്റ്റുകളായിട്ട് എടുക്കാം. ഒരു 2-3 സബ്ജക്റ്റുകൾ ഒരുമിച്ച്. ഇപ്പം എല്ലാ സൺഡേസും ആണ് നമ്മൾ എക്സാം നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ആ ഒരു ട്രാക്കിലേക്ക് വരാം. അപ്പം അധികം വൈകാണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇനിയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ നമുക്ക് ഇനിയും സമയമുണ്ട്, ആ ഒരു റൂട്ടീനിലേക്ക് എത്താൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഏപ്രിൽ എക്സാം പ്രതീക്ഷിക്കാം. അപ്പം എല്ലാവരും ആ ഒരു റിവിഷനിലേക്കൊക്കെ കുറച്ചും കൂടെ സ്പീഡൊക്കെ ആയിക്കൊള്ളുക. നമ്മൾ എക്സാം പറയാൻ നേരത്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. ഏതെങ്കിലും ആൾക്കാർ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം നമുക്ക് ഇനി ഒരുപാട് വൈകി കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. കാരണം ഇത്ര ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്കറിയാം ഈ ഒരു ഇതിനകത്തേക്ക് അച്ചീവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പം പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ആ രീതി ആകുമ്പോഴത്തേക്കും നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ നാളെ എക്സാം ഉണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നാളെ ഏത് എക്സാം? നാളെ ഏത് എക്സാം? GTന്റെ 3, 4, 5 സെഷൻസ് ആണ്. അപ്പം 1, 2 സെക്ഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് ഒരു ടെസ്റ്റ് നടത്തിയായിരുന്നു. 3, 4, 5 2, 3, 4 അല്ല, 3, 4, 5. ഓക്കെ, 3, 4, 5 ഈ 3 സെക്ഷൻ പഠിച്ചിട്ട് വരിക. അപ്പം അതിന്റെ ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പം
ആ 3 സെഷൻസ് ആയിരിക്കണം നാളെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടത്. ഓക്കെ, അപ്പോ എന്നാ ശരി, ഗുഡ് നൈറ്റ്.